നമസ്കാരം. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനം പ്രതിഷേധാർഹമെന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. അമ്പലങ്ങളുടെ അധികാരം തന്ത്രിമാരുടെ കയ്യിലാണെന്ന ദുഷ്ടചിന്തയുള്ളവരെ നിലയ്ക്ക് നിർത്താൻ സർക്കാരിന് കഴിയണമെന്നും വെള്ളാപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു. തന്ത്രിമാരാണ് ക്ഷേത്രങ്ങളിലെ സർവാധിപതി എന്ന ചിന്ത കാലഹരണപ്പെട്ടതാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ചാതുർവർണ്ണയത്തിന്റെ ഉച്ഛിഷ്ടം പേറുന്ന തന്ത്രിമാർക്കെതിരെ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തന്ത്രിയാണ് എല്ലാം എന്ന അഹങ്കാരം പാടില്ല. തന്ത്രിമാരുടെ ചിന്ത കാലഹരണപ്പെട്ടതാണ്. നിയമവും ചട്ടവുമുള്ള നാടാണ് കേരളമെന്നും ക്ഷേത്ര നിയന്ത്രണം സർക്കാർ നിയന്ത്രിത സംവിധാനത്തിലാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തന്ത്രിമാർ കഴക നിയമനം അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വെള്ളാപ്പള്ളി പറഞ്ഞു. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകത്തിന് പിന്നാക്ക സമുദായക്കാരെ നിയോഗിച്ചതും ജാതി വിവേചനം നേരിട്ടതുമായ വാർത്ത പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിനെതിരെ കെ രാധാകൃഷ്ണൻ MP പ്രതികരിച്ചു. കഴകത്തിന്റെ ജോലി ചെയ്യുന്നതിനാണ് 10 മാസത്തേക്ക് ഒരാളെ നിയമിച്ചത്. അതനുസരിച്ച് ആ വ്യക്തിക്ക് അവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ജാതി വിവേചനം നടന്നിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട ആളുകൾ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജാതിയുടെ അടിസ്ഥാനത്തിൽ ഒരാളെ മാറ്റി നിർത്തുക എന്നത് എവിടെ നടന്നാലും തെറ്റ് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇവരുടെയൊക്കെ പ്രതികരണം വരുന്നത്. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ അംഗം V ഗീത ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനമെന്ന ആക്ഷേപത്തിൽ കർശന നിയമവുമായി ദേവസ്വം ചെയർമാനും എത്തിയിട്ടുണ്ട്. ദേവസ്വം നിശ്ചയിച്ച ബാലുവിനെ കഴകക്കാരനായി നിയമിക്കുമെന്നും CK ഗോപി പറഞ്ഞു. സഹകരിച്ചില്ലെങ്കിൽ തന്ത്രിമാർക്കെതിരെ നടപടിയെടുക്കുമെന്നും ദേവസ്വം ചെയർമാൻ വ്യക്തമാക്കി. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കഴകക്കാരനായി നിയമിച്ച യുവാവിനെ സ്ഥലം മാറ്റിയത് ജാതി വിവേചനമെന്നും ആക്ഷേപമുയർന്നിരുന്നു. ഈഴവ സമുദായാംഗമായ യുവാവിനെ കഴകക്കാരന്റെ ജോലിയിൽ നിന്നും മാറ്റിയതാണ് വിവാദത്തിലായത്. ഈഴവ സമുദായാംഗമായ ബാലുവിന് ദേവസ്വം നിയമനം നൽകിയത് കഴകക്കാരന്റെ തസ്തികയിലാണ്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രം ദേവസ്വം ഓഫീസിലേക്ക് പിന്നീട് സ്ഥലം മാറ്റി. തന്ത്രിമാരുടെയും വാര്യർ സമാജത്തിന്റെയും എതിർപ്പിനെ തുടർന്നാണിത്. സ്ഥലം മാറ്റം താൽക്കാലികമെന്ന് ദേവസ്വം ഭരണസമിതി അംഗവും പ്രതികരിച്ചു. പ്രതിഷ്ഠാദിനം നടക്കുകയാണ്. ക്ഷേത്രത്തിൽ യുവാവിനെ മാറ്റിയില്ലെങ്കിൽ പ്രതിഷ്ഠാദിന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്നും തന്ത്രിമാർ പറഞ്ഞിരുന്നു. താൽക്കാലിക പ്രശ്നപരിഹാരത്തിനാണ് യുവാവിനെ ഓഫീസിലേക്ക് മാറ്റിയത്. തന്ത്രിമാർ കോടതിയെ സമീപിച്ചു. ഈ സാഹചര്യത്തിലാണ് ബാലു 7 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ചത്. അതേസമയം കാരായ്മ ചെയ്യുന്ന സമുദായങ്ങൾക്ക് വാര്യ സമാജം പൂർണ്ണ പിന്തുണ നൽകുമെന്നും സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് വരുന്നത്. ഇത്തരത്തിലുള്ള ആചാര അനുഷ്ഠാന പ്രവർത്തനങ്ങൾ, ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവരുതെന്ന് വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള ആളുകൾ പ്രതികരിച്ചു കഴിഞ്ഞു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മനുഷ്യാവകാശ കമ്മീഷൻ.